ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പുറത്തുനിന്ന് ഒരു CS ടെംപ്ലേറ്റ് വേർഡ് പ്രോസസ്സിംഗ് എങ്ങനെ ലോഡ് ചെയ്യാം എന്നതാണ്. ഓക്കെ, നമ്മുടെ ഇപ്പോഴത്തെ സൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും നമ്മൾ സ്റ്റൈൽ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. ചുമ്മാ ഒരു റാൻഡം ആയിട്ട് രണ്ട് മൂന്ന് പോസ്റ്റ് ഡെമി പോസ്റ്റ് നമ്മൾ കൊടുത്തു, അത് നമ്മൾ സ്ക്രീനിൽ കാണിക്കുന്നു എന്നുള്ളതാണ്. സോ ഇതിൽ നമുക്ക് കുറച്ചുകൂടി ഡിസൈൻ ചെയ്തിട്ട് നമ്മുടെ സ്ക്രീൻസ് എങ്ങനെയാക്കാം എന്നതിനെ കുറിച്ചാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, അതിന് ഞാനിപ്പോൾ എന്താ ചെയ്തിരിക്കുന്നത്, ഓൾറെഡി ഞാനൊരു HTML ടെംപ്ലേറ്റ് ഒപ്പിച്ചിട്ടുണ്ട്. സോ ആ HTML ടെംപ്ലേറ്റ് നമുക്ക് നമ്മുടെ വേർഡ് പ്രോസസ്സിലേക്ക് എങ്ങനെ ആഡ് ചെയ്യാൻ നോക്കാം. ഓക്കെ, അതിന് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു URL ഉണ്ട്. ഇത് ഞാൻ ഫസ്റ്റ് കമന്റ് ആയിട്ട് കൊടുക്കുകയും ചെയ്യാം. ഈ URL ഗിറ്റ്ഹബിന്റെ, ഓക്കെ, ഗിറ്റ്ഹബ് /management/static files എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഈ URL ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഫയൽ ഇത് കാണാൻ പറ്റും, സ്റ്റാറ്റിക് ഫയൽ എന്നുള്ളത്. നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാം നിങ്ങളുടെ ഇതിലേക്ക്. സോ ഡൗൺലോഡ് സിപ്പ് ഉണ്ടാവും. URL കോപ്പി ചെയ്യേണ്ട, ഡയറക്റ്റ് ഡൗൺലോഡ് സിപ്പ് ചെയ്തിട്ട് നിങ്ങളുടെ ഡൗൺലോഡ്സ് കിടക്കുന്നുണ്ടാവും. ബേസിക്കലി ഡൗൺലോഡ് സിപ്പ് ചെയ്തിട്ട് അത് എക്സ്ട്രാക്ട് ചെയ്യുക, സ്റ്റാറ്റിക് ഫയൽസ് ഓപ്പൺ ചെയ്യുക. സോ അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്ര ഫയൽസ് കാണാൻ പറ്റും. ഓക്കെ, ഇതിൽ ഞാനിപ്പോൾ കറന്റ് ഈ index.html ഒരു ടെംപ്ലേറ്റ് ആണ്. അതിൽ കറസ്പോണ്ടിങ് കുറച്ച് CSS JavaScript ഒക്കെ എഴുതിയിട്ട് ഒരു ടെംപ്ലേറ്റ് ആണ്. ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ബേസിക്കലി അത് ഇങ്ങനെ ഇരിക്കും. ഒരു മോഡൽ യൂണിവേഴ്സിറ്റി എന്നൊക്കെ പറഞ്ഞ് എഴുതി കൊടുത്തിട്ട് അതിന്റെ കറസ്പോണ്ടിങ്ലി ഒരു ടെംപ്ലേറ്റ് പോലെ ഉണ്ട്. ഇവിടെ സ്ലൈഡർ ഉണ്ട്, കുറച്ച് ഇമേജസ് ഉണ്ട്, ഫോൺസ് കുറച്ച് ഡിഫറെന്റ് വ്യത്യാസമുണ്ട് ഫോൺസ് ഒക്കെ. സോ നമുക്ക് ഈ സാധനങ്ങൾ എങ്ങനെ നമ്മുടെ വേർഡ് പ്രോസസ്സിലേക്ക് കൊണ്ടുവരാം എന്നതിനെ കുറിച്ചാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഇതിന് വലിയ സെഷനാണ്, അതുകൊണ്ട് ഞാൻ രണ്ട് പാർട്ടാക്കിയിടും. ഒരു പാർട്ടാണ് നമ്മളിപ്പോൾ ഫസ്റ്റ് പാർട്ടാണ് നമ്മളിപ്പോൾ ഗോ ത്രൂ ചെയ്യുന്നത്. ഓക്കെ, സോ സിമ്പിൾ ആണ്. ഇനീഷ്യലി നിങ്ങൾക്ക് ആ URL കിട്ടും. ഇവിടുന്ന് ഈ URL നിങ്ങൾ ഹിറ്റ് ചെയ്തിട്ട് ഗിറ്റ്ഹബ് പേജ്, കറസ്പോണ്ടിങ് ഗിറ്റ്ഹബ് പേജ് ലോഡാവും. അതിൽ നിന്ന് ഇത് ഡൗൺലോഡ് സിപ്പ് ചെയ്യാം. സിപ്പ് ചെയ്ത സാധനം എക്സ്ട്രാക്ട് ചെയ്യാം. എക്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉള്ളിൽ കാണാൻ പറ്റും. അതിന്റെ HTML കുറച്ച് ഇമേജസും CSS ഒക്കെ കിടക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് എന്താ ചെയ്യുക വെച്ചാൽ, എക്സ്ട്രാക്ട് ചെയ്ത ശേഷം നമ്മുടെ ഇതിൽ index.html കണ്ടു, അത് നമുക്ക് പ്രിവ്യൂ ചെയ്ത് നോക്കാം. ഈ index.html ഓൾറെഡി ഞാൻ തുറന്നു വെച്ചിട്ടുണ്ട്. ഇതാണ് index.html. നിങ്ങളുടെ ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് എഡിറ്ററിൽ പ്രിവ്യൂ ചെയ്താൽ മതി, കാരണം ഇതിലത്തെ കണ്ടന്റ് ജസ്റ്റ് നമ്മൾ എടുക്കുന്നുള്ളൂ. സോ ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ടാവില്ല, ഇതിൽ കണ്ടന്റ്സ് ഓരോന്ന് എടുക്കുന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇതിലേക്ക് VS Code ഓപ്പൺ ചെയ്യാണ്ട് ഒരു Notepad++ ഒരു ടെക്സ്റ്റ് എഡിറ്റർ ഉണ്ട്, അതിലേക്ക് ഞാൻ ഓപ്പൺ ചെയ്തെടുക്കുന്നത്. ഓക്കെ, ഇനി ഇതിൽ ഞാനിപ്പോൾ തൽക്കാലം എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഒരു പുതിയ വിൻഡോ ഓപ്പൺ ചെയ്യട്ടെ VS Codeൽ. എൻ്റെ ഫയൽ പ്രൊജക്റ്റ് ഞാൻ ഇതിലേക്ക് ഓൾറെഡി ചെയ്തത് ക്യാൻസൽ. ഓക്കെ, സോ ഇത് നമ്മൾ ഓൾറെഡി എഴുതി കോഡുന്നത്. സോ അതിലത്തെ ഫയൽസ് നമ്മൾ ഇതിലേക്ക് കൊണ്ടുവരണം. എഴുതിയ കണ്ടന്റ്സ്, ഇമേജസ് എല്ലാം നമുക്ക് ഇതിലേക്ക് കൊണ്ടുവരുന്നത്. സോ ഫസ്റ്റ് നമ്മൾ ഇതില് ഹെഡർ സെഷൻ എടുക്കാം. ഓക്കെ, നമ്മുടെ ഹെഡർ സെഷൻ കോപ്പി ചെയ്തിട്ട് ഇവിടെ നിന്നിട്ട് ഇവിടെ വരെയാണ് നമുക്ക് ഇതിന്റെ ഹെഡർ സെഷൻ, ഈ ടെംപ്ലേറ്റിന്റെ ഹെഡർ സെഷൻ കോപ്പി ചെയ്തിട്ട് ഇതിലത്തെ കണ്ടന്റ്സ് നമ്മൾ വേർഡ് പ്രസ്സിലേക്ക് മാറ്റുക ചെയ്യുന്നത്. അതിന് ഞാൻ ചെയ്തത് വെച്ചാൽ ഇന്നത്തെ ഹെഡർ സെഷൻ കോപ്പി ചെയ്തു. ഓക്കെ, കോപ്പി ചെയ്തിട്ട് നമ്മുടെ ടെസ്റ്റ് സൈറ്റിൽ പോയി കൺഫ്യൂസിങ് അത് ക്ലോസ് ചെയ്യണം. ഇതിൽ നമ്മൾ എടുക്കുന്നത് ഹെഡറിന് എന്തായിരിക്കും, header.php ഓപ്പൺ ചെയ്യാം. header.php ഓപ്പൺ ചെയ്ത ശേഷം നമ്മൾ ഈ കറസ്പോണ്ടിങ് H1 ഇത് റിമൂവ് ചെയ്തിട്ട് ഞാൻ കോപ്പി ചെയ്ത സാധനം ഇവിടെ പേസ്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ പേസ്റ്റ് ചെയ്തു, ഞാനത് സേവ് ചെയ്തു. ഇനി ഞാനത് ജസ്റ്റ് ഗോ ത്രൂ ചെയ്ത് നോക്കുകയാണ്, ലൈക്ക് നമ്മുടെ കൊടുത്ത അപ്ലൈ ചെയ്ത ചേഞ്ചസ് വർക്കായോ ഇല്ലെന്ന് അറിയാനായിട്ട്. നമുക്ക് റീലോഡ് ചെയ്ത് നോക്കാം. എറർ അടിച്ചു. കാരണം എന്തായിരിക്കും, ഞാനിത് ലോഡ് ചെയ്തിട്ടില്ല, സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ബേസിക്കലി സൈറ്റ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തില്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, അത് കുറച്ച് ടൈം എടുക്കും സ്റ്റാർട്ട് ആവാനായിട്ട്. ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, അതുകൊണ്ട് സ്റ്റാർട്ട് ചെയ്തില്ല. ഇനി നമ്മൾ എടുക്കാൻ നോക്കാൻ പോകുന്നത് നമ്മൾ കൊടുത്ത ഹെഡറിൽ മേക്ക് ചെയ്ത ചേഞ്ചസ് ഇതിൽ വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയണം. ഞാൻ ഒന്നും കൂടി റീലോഡ് ചെയ്ത് വെക്കാം.
അപ്പോഴേക്കും എൻ്റെ സൈറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും വിചാരിക്കുന്നു. നമ്മൾ കൊടുത്ത ഇപ്പൊ ആഡ് ചെയ്ത ചേഞ്ചസ് ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട്. CSS ഒന്നും വന്നിട്ടില്ല, ആ കണ്ടന്റ് മാത്രമേ വന്നിട്ടുള്ളൂ. ഓക്കെ ഫൈൻ. ഇനി നമ്മൾ എന്താ ചോദിച്ചാൽ നമ്മൾ ഇത് ടെംപ്ലേറ്റ് ആണ്, HTML ടെംപ്ലേറ്റ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് ഇത് ഫൂട്ടറിലെ ചേഞ്ചസ് നമ്മൾ കൊണ്ടുവരാൻ നോക്കുന്നു. ഇപ്പൊ നമ്മൾ ഹെഡർ ചേഞ്ചസ് കൊണ്ടുവന്നു ആഡ് ചെയ്തു, അതേപോലെ ഫൂട്ടറിലെ ചേഞ്ചസ് ഞാൻ കൊണ്ടുവരാൻ നോക്കുന്നു. ഫൂട്ടറിലെ ചേഞ്ചസ് കൊണ്ടുവരണമെങ്കിൽ നേരെ എഡിറ്റിൽ പോയിട്ട് നമ്മുടെ ഫൂട്ടർ സെഷൻ ഉണ്ടാവും. ഓക്കെ, താഴത്താണ് ഫൂട്ടർ, ഫൂട്ടർ നമുക്ക് ക്ലിക്ക് ചെയ്ത് നോക്കാം. 202 ലൈൻ നമ്പർ 202 ഉണ്ട്. ഓക്കെ, 1/4 തൊട്ട് 202 വരെ ഇത് സെലക്ട് ചെയ്യുക, കോപ്പി ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നേരെ footer.php നമ്മുടെ ഫയൽസ് ഇല്ലേ അതിലേക്ക് പോവുക. നമ്മൾ എഴുതി വേർഡ്പ്രസ്സിൽ footer.php ഉണ്ട്. എന്നിട്ട് നമ്മൾ ഈ പാരഗ്രാഫ് ചുമ്മാ പാരഗ്രാഫ് ഇത് റിമൂവ് ചെയ്യുക, നമുക്ക് ആവശ്യമില്ല പാരഗ്രാഫ്. എന്നിട്ട് നമ്മളിവിടെ പേസ്റ്റ് ചെയ്യുക, ആ കണ്ടന്റ് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. നമുക്ക് സേവ് ചെയ്യാം. ഒന്ന് റീലോഡ് ചെയ്ത് നോക്കാം വരുന്നുണ്ടോ, ചേഞ്ചസ് വന്നോ ഇല്ലയോ എന്നുള്ളത്. ഓക്കെ, ഫൂട്ടറിൽ എന്തൊക്കെയോ വന്നിട്ടുണ്ട്. ഫൈൻ. ഓക്കെ, ഇനി ഇതിലെ CSS ഇമേജസ് ഒന്നും കാര്യമായിട്ട് എടുത്തിട്ടില്ല നമ്മൾ. സോ അതൊക്കെ കുറച്ച് വർക്ക് ചെയ്യാനുണ്ട്. സോ നമ്മളിപ്പോൾ എന്താ ചെയ്യുക വെച്ചാൽ ഈ സ്റ്റാറ്റിക് ഫയൽസിൽ ഇപ്പൊ ഇതിലത്തെ HTML കുറച്ച് കണ്ടന്റ് മാത്രം എടുത്തുള്ളൂ, പക്ഷെ ബാക്കിയുള്ള സാധനങ്ങൾ കൊടുത്തില്ല. സോ ഈ 4 ഫോൾഡർ ഇമേജസ്, SRC, ബിൽഡ്, CSS, ഈ 4 ഫോൾഡർ നമ്മൾ ഡൗൺലോഡ് ചെയ്തിരുന്നത് 4 ഫോൾഡർ കോപ്പി ചെയ്യാം. ഓക്കെ, ഡൗൺലോഡ് സ്റ്റാറ്റിക് ഫയൽസിൽ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തതിന്റെ HTML ആണ് എക്സ്ട്രാക്ട് ചെയ്തത് നമ്മൾ കണ്ടത് എടുത്ത് അതേ ഫോൾഡറിലുള്ളത് 4 ഉണ്ട്. ഈ ഫോൾഡേഴ്സ് ഇമേജസ്, SRC, ബിൽഡ്, CSS 4 ഫോൾഡറും അങ്ങനെ തന്നെ കോപ്പി ചെയ്യാം. എന്നിട്ട് ഓക്കെ, ഇത് ഞാൻ എടുത്തിട്ടില്ല, ഒരു സൈറ്റ് ക്ലോസ് ചെയ്യാണ്. എന്നിട്ട് നമ്മുടെ തീം ഫോൾഡറിൽ കൊണ്ട് പേസ്റ്റ് ചെയ്യണം. തീം ഫോൾഡർ എടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ എന്താ ചെയ്യാറെന്ന് വെച്ചാൽ ടെസ്റ്റ് സൈറ്റിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അവിടെ സൈറ്റ് ഫോൾഡർ ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്യുക. സൈറ്റ് ഫോൾഡർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഓട്ടോമാറ്റിക് അടുത്ത ഫോൾഡർ ആ കറസ്പോണ്ടിങ് ഫോൾഡർ ആഡ് വരും. ഇതിൽ ഞാൻ എവിടെ പേസ്റ്റ് ടീംസിന്റെ ഉള്ളിലാണ് നമ്മളിപ്പോൾ കോപ്പി ചെയ്ത ഫയൽസ്. ഈ 4 ഫോൾഡേഴ്സ് ഉണ്ടല്ലോ, ഫയൽസ് അല്ല ഫോൾഡേഴ്സ്, ഈ 4 ഫോൾഡേഴ്സും നമുക്ക് പേസ്റ്റ് ചെയ്യണം. അതെവിടെയെന്ന് വെച്ചാൽ നമ്മുടെ ടീമിന്റെ ഉള്ളിൽ പോയിട്ട് ആപ്പിന്റെ ഉള്ളിൽ പബ്ലിക്കിന്റെ ഉള്ളിൽ WP കണ്ടന്റ് ഉള്ളിൽ നമ്മുടെ ടീംസിന്റെ ഉള്ളിൽ നമ്മുടെ കറസ്പോണ്ടിങ് ടീമിന്റെ പേരുണ്ടാവും. ഇതാണ് നമ്മൾ ആദ്യം കൊടുത്ത ടെസ്റ്റ് സൈറ്റ് ടീം എന്നുള്ളത്. ഇവിടെ നമ്മൾ പേസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഇപ്പോൾ ഫയൽസ് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ പറയണം ഇതിൽ നിന്ന് റീഡ് ചെയ്തെടുക്കാൻ പറയണം ബേസിക്കലി. അപ്പം ഞാൻ എന്താ ചോദിച്ചാൽ നമ്മുടെ function.php പോവാം. ഇവിടെ കൊടുത്ത ശേഷം നമ്മൾ എഴുതിയ function.php നമുക്കിത് ആവശ്യമില്ല ഇപ്പം. ഓക്കെ, ഇത് ഓൾറെഡി നമ്മൾ പറയുന്നത് ഈ style.css എടുക്കാൻ പറയുന്നു. ഈ style.css നമ്മളൊന്നും എഴുതിയിട്ടില്ല, ഞാനത് റിമൂവ് ചെയ്തു. ഇതവിടെ കിടന്നോട്ടെ, ഈ പേരും ഓർഡറും വേർഷനൊക്കെ അവിടെ തന്നെ കിടന്നോട്ടെ, അതൊന്നും ഞാൻ ചേഞ്ച് ചെയ്യുന്നില്ല. നമ്മൾ എഴുതിയ സ്റ്റൈൽസ് ആവശ്യമില്ല ഇപ്പോൾ, അതുകൊണ്ട് ഞാൻ റിമൂവ് ചെയ്ത് കഴിഞ്ഞു. ഇന്നത്തെ function.php ഞാനിവിടെ ഗെറ്റ് സ്റ്റൈൽ ഷീറ്റ് URI എന്ന് പറഞ്ഞാൽ ഈ style.css എടുക്കായിരുന്നു, നമുക്കത് ആവശ്യമില്ല. അപ്പം ഞാൻ റിമൂവ് ചെയ്തിട്ട് ഞാൻ വേറെ എഴുതാണ് കോഡ് get underscore team underscore file underscore URI of. ഓക്കെ, എന്നിട്ട് ഒരു എവിടെ കിടക്കണമെന്ന് പറയും, പാത്ത് /build/ബിൽഡിൻ്റെ ഉള്ളിൽ SPY style -inde. ഓക്കെ, ഇത് എടുക്കാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ ഒരെണ്ണം കൂടി ഇത് കോപ്പി പേസ്റ്റ് ചെയ്യാണ്, ഇതേ ലൈൻ, കാരണം എനിക്ക് ഒരു CSS കൂടി ആഡ് ചെയ്യാനുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു സ്കൂൾ മെയിൻ എക്സ്ട്രാ എന്നും കൂടി ആഡ് ചെയ്യും, എക്സ്ട്രാ സ്റ്റൈൽസ്. ഇത് നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഇത് ഈ സ്റ്റൈൽ ഞാൻ റിമൂവ് ചെയ്തു, എനിക്ക് വെറും /index.css മതി. ഇപ്പോൾ രണ്ടാമത്തെ ഫസ്റ്റ് സ്റ്റൈൽ -index.css, രണ്ടാമത്തെ ഫയൽ index.css എന്ന് കൊടുത്തു. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇത് സേവ് ചെയ്യുക. നമ്മൾ എഴുതിയ കോഡ് ഇത് സേവ് ചെയ്തിട്ട് നമുക്ക് റീലോഡ് ചെയ്ത് നോക്കാം നമ്മുടെ ചേഞ്ചസ് വന്നോ ഇല്ലയോ എന്നുള്ളത്.
കൂൾ. നമ്മൾ കൊടുത്ത ചേഞ്ചസ് ഇവിടെ ബട്ടൺസ് വന്നു, ഇവിടെ ഫോട്ടോ വന്നു, ഹെഡർ കുറച്ച് വന്നിട്ടുണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ ഇത്ര വന്നിട്ടുണ്ട്. ഇനി അടുത്തതെന്ന് വെച്ചാൽ ഈ കണക്ട് വിത്തസ് നമുക്ക് നോക്കാം. ഈ കണക്ട് വിത്തസിൽ ഇപ്പോൾ ശ്രദ്ധിച്ചോ, ഹെഡറിൽ കുറച്ച് വന്നിട്ടുണ്ട്. ഇവിടെ ബ്ലാക്ക് ആയതുകൊണ്ടാണ്, വൈറ്റ് ആയതുകൊണ്ടാണ് ഇവിടെ വരാത്തതെന്ന് തോന്നുന്നു നമ്മുടെ കേസിൽ. നമുക്ക് നോക്കാം ഇവിടെ എന്തെങ്കിലും ഉണ്ടോ. ഇല്ല, അത് വന്നിട്ടില്ല ബേസിക്കലി. അത് വരുത്താൻ നമുക്ക് ചെയ്യാം. അതിന് മുമ്പ് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ കണക്ട് വിത്തസിൽ ഇവിടെ എക്സിസ്റ്റിംഗ് സ്റ്റൈലിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇതൊക്കെ ഒരു ഫോണ്ട്, ഇമേജസ് അല്ല, ഫോണ്ട് ഐക്കൺസ് ആണ് ബേസിക്കലി. സോ അതിനൊരു എക്സ്ട്രാ ലൈബ്രറി നമുക്ക് ലോഡ് ചെയ്യണം. അത് എങ്ങനെയാണെന്ന് അടുത്ത സെക്ഷൻ ക്ലാസ്സിൽ ഞാൻ കാണിക്കാം. ഇപ്പോൾ തൽക്കാലം ഇത്ര നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കാം. അടുത്ത സെഷനിൽ ഞാൻ ഈ ഫോണ്ട് ഇമേജസും ഈ സ്ലൈഡറും ഇമേജും അതൊക്കെ നമുക്ക് ചെയ്യണം. വൺ ബൈ വൺ ആയിട്ട് പോവാം. ഇപ്പോൾ ഇത്ര നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. അടുത്ത സെഷനിൽ നമ്മൾ ഈ ഫോണ്ടും CSS ലോഡ് ചെയ്യാനുള്ള നമുക്ക് പരിപാടികൾ നോക്കാം. എക്സ്ട്രാ CSS നമ്മൾ കുറച്ച് ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ ഫോണ്ടും പിന്നെ ഇമേജസ് ഒക്കെ ലോഡ് ചെയ്യാനുള്ള പരിപാടി നമുക്ക് അടുത്ത സെക്ഷൻ നോക്കാം. ഓക്കെ, നിങ്ങൾ വർക്ക് ചെയ്ത് നോക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആസ് യൂഷ്വൽ കമന്റ്സിൽ മെസ്സേജ് ചെയ്യാം. അറിയുന്നത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, താങ്ക്സ്, ബൈ.